എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഇന്ന് റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്ക് കാണാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ അപേക്ഷകളാണ് ഈ ഒരു ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അത് കാൻഡിഡേറ്റ് ലോഗിൻ്റെ ആ ഒരു ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ലിങ്കുകളുടെയൊക്കെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് പച്ച കളറിലാണ് കാണാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അലോട്ട്മെൻറ്റ് കിട്ടിയതിൽ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുള്ളത് എങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ ചേഞ്ച് എന്നാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യ ദിവസം തന്നെ, അതായത് ജൂൺ 10-ാം തീയതിക്കുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അപേക്ഷയിൽ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻ്റ് മിസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അത് സ്കൂളിൽ നിന്നും പറഞ്ഞു തരുന്നത് ആയിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആദ്യ ദിവസം തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 5 ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനും, അതേസമയം നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ടെമ്പററി അഡ്മിഷൻ നേടുകയോ അതല്ല നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സീറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസുകൾ റിമൂവ് ചെയ്യാവുന്നതും ആണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഹയർ ഓപ്ഷൻസ്, അതായത് 5-ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷനുകളാണ് ഈ ഒരു ഹയർ ഓപ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയും എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ വേണമെങ്കിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം, അതല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ തുടരാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അതിനു താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും റിമൂവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. അതായത് ആദ്യം കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് അവിടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുള്ള അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ആണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഒന്നുകിൽ ടെമ്പററി ആയിട്ട് തന്നെ തുടരാവുന്നതും, അതല്ല നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് ആ ഒരു സീറ്റിലേക്ക് വേണ്ടതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതും ആണ്. ഇനിയിപ്പോൾ
നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്കൂളാണെന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റൊരു സ്കൂളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ തിരികെ വാങ്ങിക്കാവുന്നതും, അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവ കൂടി നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്നതും ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഓൾറെഡി പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സ്ലിപ്പ്, അതായത് അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് എടുത്തുകൊണ്ട് വേണം നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെൻസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫീസ് ഇവിടെ കൂടെയും ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൂടി കയ്യിൽ കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ഫീസ് പുതിയ സ്കൂളിൽ വീണ്ടും അടക്കേണ്ടതായിട്ട് വരുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ച് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം, അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂൾ കോഴ്സ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ വരും. തേർഡ് അലോട്ട്മെൻറ്റ് ഏകദേശം ജൂൺ 15-ാം തീയതിയോടെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.